അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം എന്ന ഭാഗമാണ്. അതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വ്യക്തി അയ്യങ്കാളിയാണ്. ഓക്കെ, 40ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും. ഓരോ വ്യക്തികളെ നമുക്ക് നോക്കുന്നുണ്ട്. ആദ്യമായിട്ട് നോക്കുന്നത് അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് കമ്പനി ബോർഡ് LGS വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാതാണ്. നിങ്ങൾക്ക് PDF ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അയ്യങ്കാളി ജനിക്കുന്ന വർഷം 1863 ഓഗസ്റ്റ് 28 എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. കറക്റ്റ് സ്ഥലം പെരുങ്കാട്ടുവിള, വെങ്ങാനൂർ, തിരുവനന്തപുരം. ഓർത്ത് വയ്ക്കുക, വർഷം ചോദിച്ചിട്ടുണ്ട്. ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28 ഓർത്ത് വയ്ക്കുക. കുറേ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ അയ്യങ്കാളി. ഏതൊക്കെ പേരിലാണെന്ന് വെച്ചാൽ ആദ്യം പുലയരാജ എന്നറിയപ്പെടുന്നു. അടുത്ത് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളി വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് P. സനൽ മോഹൻ. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഓർത്തുവയ്ക്കുക, ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28, വെങ്ങാനൂർ, പെരുങ്കാട്ടുവിള, വെങ്ങാനൂർ, തിരുവനന്തപുരം. പുലയരാജ എന്നറിയപ്പെട്ടു. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെട്ടു. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണെന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് അയ്യങ്കാളി വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണെന്ന് ഓർത്തുവയ്ക്കുക. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് P. സനൽ മോഹൻ. ആളിക്കത്തിയ തീപ്പൊരി എന്ന വിശേഷണമുള്ള സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. പുലയ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി 1905 വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചു. ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര 1893 ഓർത്തിക്കുക. സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യം. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരം വരെയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്. പുലയലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. പുലയലഹള നടന്ന വർഷം 1915. അപ്പോൾ വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കുടം സ്ഥാപിച്ചത് 1905 ഓർത്ത് വയ്ക്കുക. ദളിതർക്ക് പൊതുനിരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. വർഷം 1893. എവിടെ മുതൽ എവിടെ വരെ എന്ന് വെച്ചാൽ വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരം വരെയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. സ്ഥാപിച്ച വർഷം 1907. പുലയലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി. വർഷം 1915. ഈ പുലയലഹളയ്ക്ക് മറ്റു പേരുകളുണ്ട്. ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നു. പെരിനാട് സർവ്വസമുദായ സമ്മേളനം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നത് 1915. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സിമ്പിളാണ്, പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപനായിരുന്നു കാളിച്ചോതി കറുപ്പൻ. തിരുവിതാംകൂറിൽ 1901 കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് നയിച്ചത് അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമംഗമായ ഹരിജൻ അയ്യങ്കാളിയാണ്. 1911 ഡിസംബർ 5 ഡിസംബർ 5 നമ്മൾ അല്ലാതെ പഠിച്ചിട്ടുണ്ട്. ഡേറ്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കൂടെ ജസ്റ്റ് പറയുന്നു. ഡിസംബർ 5 മണ്ണ് ദിനമാണ് കേട്ടോ. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജനാണ് അയ്യങ്കാളി. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ഹരിജൻ ആരെന്ന് വെച്ചാലും 2-3. ജസ്റ്റ് ഒന്ന് മാറ്റി ചോദിച്ചാൽ കൺഫ്യൂഷൻ വരാതിരിക്കുകയാണ്, അതും കൂടെ പറഞ്ഞത്. 1911 ഡിസംബർ 5. ശ്രദ്ധിക്കുക, പുലയ ലഹളയുടെ മറ്റു പേരുകളാണ് ഊരുട്ടമ്പൽ ലഹളയും 90-ാം ആണ്ട് ലഹളയും. പെരിനാട് സർവ്വസമുദായ സമ്മേളനത്തിന് അയ്യങ്കാളി നേതൃത്വം നൽകിയത് 1915. അടുത്ത സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന പേര് മാറ്റിയത് 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനിയാണെന്ന് ഓർത്ത് വയ്ക്കുക. സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപനാണ് കാളിച്ചോതി കറുപ്പൻ. തിരുവിതാംകൂറിൽ 1909 കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് നയിച്ചത് അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ്. വർഷം 1911 ഡിസംബർ 5. ശ്രീമൂലം പ്രജാസഭയിലാകിയ ആദ്യം ദളിത് വംശജനാണ് അയ്യങ്കാളി.
അയ്യങ്കാളി ആദ്യമായി ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് 1912 ഫെബ്രുവരി 27-നാണ്. 1911 അംഗമാകുന്നു. 1912 ഫെബ്രുവരി 27-ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. 90-ാം ആണ്ട് സമരം എന്നറിയപ്പെടുന്ന കർഷക സമരമാണ്. പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് വെങ്ങാനൂരാണെന്ന് ഓർത്തുവയ്ക്കുക. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1912, സ്ഥലം ബാലരാമപുരത്താണ്. ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടിയ വർഷം 1937, വെങ്ങാനൂരാണ്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവെന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണെന്ന് ഓർത്തുവയ്ക്കുക. കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം 1915. കല്ലുമാല പ്രക്ഷോഭം സമരം നടന്ന സ്ഥലം പെരിനാട്, കൊല്ലം എന്ന് ഓർത്തുവയ്ക്കുക. അപ്പോൾ അയ്യങ്കാളി ആദ്യമായി ശ്രീമൂലം പ്രജാസഭയെ അഭിസംബോധന ചെയ്തത് 1912 ഫെബ്രുവരി 27. തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. 90-ാം ആണ്ട് സമരം എന്നറിയപ്പെടുന്നത് കർഷക സമരമാണെന്ന് ഓർത്തുവയ്ക്കുക. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് വെങ്ങാനൂരാണ്. അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1912, ബാലരാമപുരത്ത് വെച്ച്. ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1937 വെങ്ങാനൂര് വെച്ചാണ്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവെന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ്. കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം 1915. കല്ലുമാല സമരം നടന്നത് പെരിനാട്, കൊല്ലം ജില്ലയാണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ കല്ലുമാല സമരം എന്താണെന്ന് നമുക്ക് നോക്കാം. പുലയരുൾപ്പെടുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളും കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായ കല്ലുകൊണ്ട് ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത്. ഇതിനെതിരെ 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിയിൽപ്പെട്ടവരെ പോലെ ആധുനിക ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം പിന്നാക്ക ജാതിക്കാർക്ക് നേടിയെടുക്കുകയും ചെയ്തു. കൊല്ലത്തിനടുത്തുള്ള പെരിനാട് ആയിരുന്നു ഈ സമര കേന്ദ്രം എന്ന് ഓർത്തേക്ക്. അതിനാൽ കല്ലുമാല സമരം പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. തിരുവനന്തപുരത്ത് പഴയ വിക്ടോറിയ ഹാളിൻ്റെ പേര് അയ്യങ്കാളി ഹാളാണ്. നെടുമങ്ങാട് ചന്തലകള നടന്ന വർഷം 1912. നെടുമങ്ങാട് ചന്തലകള നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി. അയിത്ത് ജാതിക്കാർക്കിടയിൽ ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലകള. ഞാനിതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവും, എന്നാൽ ഞാനിതാ പുലിയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. നിങ്ങൾക്കറിയാം, പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് സ്കൂളിൽ ചേർക്കാതിരിക്കുകയും അല്ലെങ്കിൽ ആ സ്കൂൾ കത്തിക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു ഇതിന് ആധാരമായിട്ടുള്ളത് എന്ന് പറയാം. ഓക്കെ, അതാണ് കർഷക സമരത്തിലേക്കും 90-ാം ആണ്ടിലകളിലേക്കും നയിച്ചത് എന്നുകൂടി ഓർത്തു വയ്ക്കാം. വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവും, വിദ്യയിലൂടെ ഔന്നിത്യം നേടുക എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണെന്ന് ഓർത്തു വയ്ക്കുക. അയ്യങ്കാളിയുടെ അന്തരിച്ച വർഷം 1941 ജൂൺ 18. അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ചിത്രകൂടം എന്നാണ്. അത് വെങ്ങാനൂരാണ്. അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പഞ്ചജന്യം എന്ന് ഓർത്തു വയ്ക്കുക. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തോ വെള്ളയമ്പലത്തോ അനാച്ഛാദനം ചെയ്ത വർഷം 1980. നിങ്ങൾ തിരുവനന്തപുരം വഴി പോകുമ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനിൽ ഒരു റൗണ്ട് അബൌട്ട് ടൗണിൽ നടുക്ക് സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രതിമ. 1980 ഇത് സ്ഥാപിക്കുന്നത്. അയ്യങ്കാളിയുടെ പ്രതിമ രൂപകൽപ്പന ചെയ്ത് ഇസ്ര ഡേവിഡ് എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ അയ്യങ്കാളിയുടെ ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 2002 ഓഗസ്റ്റ് 12. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ, തൃശ്ശൂരാണെന്ന് ഓർത്തുവയ്ക്കുക. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് കേരള മുഖ്യമന്ത്രിയായിരുന്ന E.K. നയനാറാണ്. THP ചെന്താരശ്ശേരി അയ്യങ്കാളിയെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് കേരള ചരിത്രത്തിന് ഗതിമാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഈ ഗാന്ധിജിയുമായി കണ്ടുമുട്ടുന്ന സമയത്ത് ഗാന്ധിജിയോട് ഇദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്, ശ്രദ്ധിക്കുക. എൻ്റെ സമുദായത്തിൽ നിന്നൊരു 10 BA-ക്കാരെ കാണണം എന്നാണ് അദ്ദേഹം ഗാന്ധിജിയുമായി കണ്ടുമുട്ടിയത്. ബാലനാപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവിനല്ല, നമ്മുടെ ഗാന്ധിജിയും അയ്യങ്കാളിയും കാണുന്നത് 1937 വെങ്ങാനൂർ വെച്ചാണ്.
അപ്പോൾ ആ സമയത്ത് അയ്യങ്കാളി പറയുന്ന ഒരു വാക്യമാണ്, എൻ്റെ സമുദായത്തിൽ നിന്നൊരു 10 BA-ക്കാരെങ്കിലും കണ്ടുകിട്ടണം, അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കണം എന്നാണ് ഇദ്ദേഹം ഗാന്ധിജിയെ കാണുന്ന അവസരത്തിൽ പറഞ്ഞത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.